ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ ബാക്കിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ഏകദേശം 30 ഗ്രാം ഭാരം വരുന്ന ഒരു ഗ്രന്ഥിയാണ്. അപ്പോൾ ഇത് കാൽസിട്ടോണിൻ, അതുപോലെ തൈറോക്സിൻ, ട്രൈഡോ തൈറോണിൻ തുടങ്ങിയിട്ടുള്ള ഈ 3 ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മുഴുവൻ ഉപാപചയ പ്രവർത്തനങ്ങളുടെയും നിരക്ക് വർദ്ധിപ്പിക്കുന്നു. അഥവാ നമ്മുടെ മെറ്റബോളിക് പ്രോസസ്സ് അതിനെ സഹായിക്കുന്നു. അതുപോലെ ജീൻ എക്സ്പ്രഷൻ, സെൽ ഗ്രോത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനം അത് നമ്മുടെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എൻവയോൺമെൻറ്റ് കോൾഡ് ആണെങ്കിൽ, തണുത്ത അവസ്ഥയാണെങ്കിൽ തൈറോക്സിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ചൂടാവുന്ന സമയത്ത് തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അപ്പോൾ ഈ തൈറോക്സിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത്, അതായത് തൈറോയിഡിസം ഉണ്ടാകുന്ന സമയത്ത് അത് ഗ്രേവ്സ് ഡിസീസിലേക്ക് നയിക്കുന്നു. ഈ മുകളിലുള്ള ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളതാണ് ഗ്രേവ്സ് ഡിസീസ്. അതുണ്ടാകുന്ന സമയത്ത് കണ്ണ് ഒന്ന് വീർത്ത് നിൽക്കുന്നത് പോലെ, തള്ളി നിൽക്കുന്നത് പോലെ തോന്നും. അതുപോലെ കണ്ണിന് ചുറ്റും ചുവപ്പ് നിറം ഇതിൽ കാണുന്നത് പോലെ, ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു റെഡ് കളറായിട്ട് കണ്ണിൻ്റെ ഭാഗം മാറുന്നതാണ്. അതുപോലെ കണ്ണ് ഇങ്ങനെ പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് കാരണമായിക്കൊണ്ട് നമുക്ക് സ്ലീപ്പിന് പ്രശ്നമുണ്ടാകുന്നു. അതുപോലെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയാതെ വരുന്നു. അപ്പോൾ ഇനി തൈറോക്സിൻ വേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുന്ന സമയത്ത് അത് മെറ്റബോളിക് റേറ്റ് കുറയ്ക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഗ്രോത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെർവസ് സിസ്റ്റത്തെ തകരാറിലാക്കുന്നു. അങ്ങനെ അത് കുട്ടികളുടെ വളർച്ചയെ ബാധിക്കുന്നു. അങ്ങനെ ഉണ്ടാവുന്ന രോഗത്തിൻ്റെ പേരാണ് ക്രെറ്റിനിസം. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ക്രെറ്റിനിസത്തിന് ഉദാഹരണം. അപ്പോൾ ഇത് വളരെയധികം കൂടുതലാവുന്ന സമയത്ത് അത് ഡാർഫിസത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതായത് തീരെ വളർച്ചയില്ലാത്ത അവസ്ഥ. അതുപോലെ ഇനി അഡൾട്ട് ടൈമിൽ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്ന സമയത്ത് അത് മിക്സഡിമ ഉണ്ടാവാൻ കാരണമാകുന്നു. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് മിക്സഡിമ. അപ്പോൾ ഇത് കാരണമായിക്കൊണ്ട് മെറ്റബോളിക് റേറ്റ് കുറയുന്നു. അതുപോലെ സ്കിൻ ഒരു യെല്ലോയിഷ് ആയിട്ട് മാറുന്നതാണ്. അതുപോലെ ശരീരത്തിൻ്റെ ഭാരം കൂടുന്നു. ഇതൊക്കെയാണ് മിക്സഡിമയുടെ ലക്ഷണങ്ങൾ. ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഉണ്ടായിരുന്ന സ്ത്രീ ഇപ്പുറത്തുള്ള ചിത്രത്തിലേക്ക് ആയി മാറുന്നതാണ് മിക്സഡിമ ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ കൂട്ടത്തിൽ നമ്മൾ തൈറോക്സിനെ പറയുകയുണ്ടായി. അപ്പോൾ ഈ തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് അയഡിൻ ആവശ്യമാണ്. ഈ അയഡിൻ കുറയുന്ന സമയത്ത് തൈറോക്സിൻ കുറയുന്നതായിട്ട് കാണുന്നതാണ്. അത് കാരണമായിക്കൊണ്ട് ഈ തൈറോയിഡ് ഗ്രന്ഥി കൂടുതലായിട്ട് വളരുകയും അങ്ങനെ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു വീക്കം പോലെ കാണപ്പെടുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇനി അവസാനമായി കൊണ്ട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് കാൽസിട്ടോണിൻ. അത് നമ്മുടെ ബ്ലഡിലെ കാൽഷ്യം കണ്ടന്റ് കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എല്ലിൻ്റെ വളർച്ചയെ സഹായിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പാരാതൈറോയിഡ് ഗ്ലാൻഡിനെ കുറിച്ചാണ്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ അല്ലെങ്കിൽ പാരാതോർമോൺ. അപ്പോൾ ഇത് നമ്മുടെ ബ്ലഡിൽ കാൽഷ്യം, അതുപോലെ ഫോസ്ഫറസ്, വിറ്റാമിൻ ഡി എന്നിവയെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്ന സമയത്ത് ആണ് ഈ പാരാതോർമോൺ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത്. ഈ പാരാതോർമോൺ നമ്മുടെ കഴുത്തിന് പുറകിലായിക്കൊണ്ട് കാണുന്ന ഈ 4 ഡോട്ടുകളാണ് ഈ പാരാതൈറോയിഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിൽ കാൽസ്യം കുറവാകുന്ന സമയത്ത് അതിനെ കൂട്ടിക്കൊണ്ട് ഒരു നോർമൽ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാൻ സഹായിക്കുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രക്തത്തിൽ, നമ്മുടെ വൃക്കയിൽ പുനരാകിരണം സംഭവിക്കുമ്പോൾ, അഥവാ പുനരാകിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളെ വലിച്ചെടുക്കുക. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പുനരാകിരണം. അങ്ങനെ വൃക്കയിൽ പുനരാകിരണം നടക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിൽ കാൽസ്യം കുറവാണ് എങ്കിൽ നമ്മുടെ കിഡ്നിയോട് പാരാതോർമോൺ പറയും ആ കാൽസ്യത്തെ വലിച്ചെടുക്കാൻ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കിഡ്നി കാൽസ്യത്തെ വലിച്ചെടുക്കുകയും
അങ്ങനെ നമ്മുടെ ബ്ലഡിൽ ആവശ്യമായിട്ടുള്ള കാൽസ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡിയെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ പാരാതൈറോയ്ഡാണ്. അപ്പോൾ ഈ വിറ്റമിൻ ഡി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കാൽസ്യത്തെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. വിറ്റമിൻ ഡിക്ക് ഇതല്ലാതെ വേറെ സോഴ്സുകളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, അതുപോലെ സൺലൈറ്റിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ നമുക്ക് വിറ്റമിൻ ഡി ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഈ പാരാതൈറോയ്ഡ് ഹോർമോൺ ഓവറായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഹൈപ്പർ കാൽസ്യമia എന്നൊരു രോഗം ഉണ്ടാക്കുന്നു. ഇനി കുട്ടികളിൽ വളരെ കൂടുതലായിട്ട് വിറ്റമിൻ ഡി ഇല്ലാതെയാവുന്ന സമയത്ത് അപ്പോൾ അവരുടെ ശരീരത്തിൽ കാൽസ്യം വളരെ കുറവാകുന്നു. കാരണം വിറ്റമിൻ ഡി ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കാൽസ്യത്തെ അബ്സോർബ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ വിറ്റമിൻ ഡി വളരെ കുറയുന്ന സമയത്ത് ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് വളരെയധികം കുറയുന്നു. അപ്പോൾ ഇത് റിക്കറ്റ്സ് രോഗത്തിന് കാരണമാകുന്നു. അപ്പോൾ ഇത് നമ്മുടെ എല്ലുകളുടെ ജനറേഷനെ ബാധിക്കുന്നു. അതുപോലെ ഇത് പാരാതൈറോയിഡ് ശരീരത്തിൽ വളരെയധികം കൂടുകയാണെങ്കിൽ, ആവശ്യമായ അളവിനേക്കാൾ കൂടുകയാണെങ്കിൽ, അപ്പോഴും അത് നമ്മുടെ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് ആവശ്യമായതിനേക്കാൾ കൂടുകയും അങ്ങനെ അത് നമ്മുടെ ബോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് റിക്കറ്റ്സ് ഡിസീസ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പീനൽ ഗ്ലാൻഡിനെ കുറിച്ച്. അപ്പോൾ ഈ പീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് വളരെ ചെറുതായി ഒരു കോണിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന, നമ്മുടെ തലച്ചോറിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് പീനൽ ഗ്ലാൻഡ്. അപ്പോൾ ഇതിനെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നു. നമ്മുടെ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് ഈ പീനൽ ഗ്ലാൻഡ്. അഥവാ നമ്മുടെ സ്ലീപ്പ്, വേക്കിംഗ്, ഈറ്റിംഗ്, അതുപോലെ സ്ത്രീകളിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ, ഇതിനെയൊക്കെ സഹായിക്കുന്നത് ഈ പീനൽ ഗ്ലാൻഡാണ്. പീനൽ ഗ്ലാൻഡിനുള്ള മെലാറ്റോണിൻ ആണ്. അപ്പോൾ ഈ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പീനൽ ഗ്ലാൻഡാണ്. അപ്പോൾ പീനൽ ഗ്ലാൻഡ് മെലാറ്റോണിനെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിന് സൺലൈറ്റ് ആവശ്യമാണ്. അപ്പോൾ ഇതാണ് ഒരാളുടെ മൂഡിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഈ തണുപ്പ് കാലമാകുന്ന, മഴക്കാലം അല്ലെങ്കിൽ മഞ്ഞുകാലമൊക്കെ ആവുന്ന സമയത്ത് അത് സീസണൽ അഫക്റ്റീവ് ഡിസോർഡറിന് കാരണമാകും. ആ സമയത്ത് പേഷ്യൻറ്റിന് ഡിപ്രഷൻ അനുഭവപ്പെടുന്നു. തണുപ്പ് കാലത്തൊക്കെ ഡിപ്രഷൻ അനുഭവപ്പെടുന്നു. കാരണം ആ ദിവസം പകൽ സമയത്തൊന്നും കൂടുതലായിക്കൊണ്ട് സൂര്യൻ്റെ വെളിച്ചം ലഭിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ മെലാറ്റിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അതുപോലെ ജെറ്റ് ലാഗ് ഉണ്ടാകുന്ന സമയത്തിൽ മെലാറ്റോണിൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരുപാട് ടൈം സോണിലൂടെ യാത്ര ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന ഒരു സ്ലീപ്പിംഗ് ഡിസോർഡറാണ് ജെറ്റ് ലാഗ്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് പാൻക്രിയാസിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെയും അതുപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടലിൻ്റെയും ഇടയ്ക്ക് കാണപ്പെടുന്ന ഒരു സാധനമാണ്. ഇതിന് ഏകദേശം 12 സെൻറ്റിമീറ്ററോളം നീളമുണ്ടാകും. അതുപോലെ ഭാരം ഏകദേശം 100 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പാൻക്രിയാറ്റിക് സെൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എ സെൽസ് അല്ലെങ്കിൽ ആൽഫ സെൽസ് ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ ബീറ്റ സെൽസ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ ഡി സെൽസ് സൊമാറ്റോസ്റ്റാറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ ദ പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ് സെൽസ് പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ബീറ്റ കോശങ്ങൾ ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അങ്ങനെ ഗ്ലൂക്കോസുകളെ കമ്പൈൻ ചെയ്യിപ്പിച്ച് ഗ്ലൈക്കോജൻ ആക്കി മാറ്റി കരളിലും പേശിയിലും ശേഖരിക്കുന്നു. ഇനി നമ്മൾ പട്ടിണി കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാകുകയാണെങ്കിൽ അപ്പോൾ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോജൻ ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുകയും അതുവഴി നമ്മൾ കരളിലും അതുപോലെ പേശിയിലൊക്കെ ശേഖരിച്ച ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി ഇവ കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? അപ്പോൾ ഈ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനേക്കാൾ കുറവായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് വളരെയധികം കൂടുകയും അങ്ങനെ അത് ഡയബറ്റീസ് ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഇൻസുലിൻ്റെ കുറവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ കൂടിയ അളവിലുള്ള ഗ്ലൂക്കോസിനെ നമ്മുടെ കിഡ്നി വലിച്ചെടുക്കുന്നു. എന്നാൽ ഈ കിഡ്നിയിലും ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെയധികം കൂടുകയാണെങ്കിൽ, കിഡ്നിയിലുള്ള ട്യൂബ്യൂൾസിന് അതിനെ ആഗിരണം ചെയ്യാൻ കഴിയാതെ വരികയാണെങ്കിൽ അപ്പോൾ ഗ്ലൈക്കോസെറിയ എന്ന അസുഖമുണ്ടാകുന്നു. അങ്ങനെ എക്സ്ട്രാ വരുന്ന ഷുഗറിനെ
മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നു. ഇതിനെ പോളിയൂറിയ എന്നറിയപ്പെടുന്നു. ഇതിനുള്ള കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഓവറായിട്ടുള്ള ഗ്ലൂക്കോസിനെ പുറന്തള്ളാൻ നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമായി വരുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് തവണ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി വരികയും ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ആ രോഗി ഡീഹൈഡ്രേറ്റഡ് ആവുന്നു. അങ്ങനെ ആ രോഗിക്ക് എല്ലാ സമയത്തും ദാഹമുള്ളതായിട്ട് അനുഭവപ്പെടുന്നു. ഈ കണ്ടീഷനെ പോളിഡിപ്സിയ എന്നറിയപ്പെടുന്നു. അതുപോലെ ശരീരത്തിൽ ഷുഗർ ലെവൽ വളരെ കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരം കൂടുതൽ ഹംഗ്രി ആവാൻ തുടങ്ങുന്നു, കൂടുതൽ വിശപ്പ് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഈ ഒരു കണ്ടീഷനെ പോളിഫാഗിയ എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഡയബറ്റീസിനുള്ള മറ്റൊരു പേരാണ് ഡയബറ്റീസ് മെലിറ്റസ്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഡയബറ്റിക് കെറ്റോസിഡോസിസ് എന്നൊരു അസുഖത്തിലേക്ക് മാറുന്നു. എന്നിട്ടും അത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ മരണം വരെ സംഭവിക്കും. അപ്പോൾ ഈ ഡയബറ്റീസിൻ്റെ വിഷയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഹെറിഡിറ്റിയാണ്. അതായത് നമ്മുടെ ജീൻ വഴി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് അവസാനമായി കൊണ്ട് 2 ടൈപ്പിലുള്ള ഡയബറ്റീസിനെ കുറിച്ച് നോക്കാം. ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ്. അപ്പോൾ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവുന്നത് ഏകദേശം 11-13 ഈ ഒരു അഡോളസെന്റ് ഏജിലാണ്. അപ്പോൾ ഇവിടെ ബീറ്റാ സെൽസ് നശിപ്പിക്കപ്പെടുന്നു. ഈ ബീറ്റാ സെൽസ് നശിപ്പിക്കപ്പെടുമ്പോൾ ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. അപ്പോൾ ഇത് ബോഡിയിൽ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് കൂടാൻ കാരണമാകുന്നു. അപ്പോൾ ഇത് കിഡ്നിയെയും അതുപോലെ കണ്ണ്, അതുപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. അപ്പോൾ ഇതിന് പരിഹാരമായിക്കൊണ്ട് പേഷ്യൻസിന് ഇൻസുലിൻ ഇഞ്ചക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു ഡയബറ്റീസ് ഡിസീസാണ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്. ഈ ഒരു കണ്ടീഷൻ ഏകദേശം ഒരു 40 വയസ്സിന് ശേഷമാണ് ഉണ്ടാവുന്നത്. ഈ ഒരു അവസ്ഥയിൽ ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷെ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ ഡയബറ്റീസിൻ്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ, ആകെയുള്ള ഡയബറ്റീസ് നോക്കുകയാണെങ്കിൽ അതിൽ ടൈപ്പ് 1 ഡയബറ്റീസ് 10%, ടൈപ്പ് 2 ഡയബറ്റീസ് 90% എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി അവസാനമായിക്കൊണ്ട് നമുക്ക് ഗോണാഡ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രൈമറി സെക്സ് ഓർഗൻസ് ആണ് ഈ ഗോണാഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആണുങ്ങളിൽ മെയിൽസിൽ ടെസ്റ്റിസും അതുപോലെ പെണ്ണുങ്ങളിൽ ഓവറീസുമാണ്. അതുപോലെ ഇതിന് രണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചറുകളാണുള്ളത്. ടെസ്റ്റിസ് പുറപ്പെടുവിപ്പിക്കുന്ന ഹോർമോൺസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ, അതുപോലെ ആൻഡ്രോജൻ. അതുപോലെ സ്ത്രീകളുടെ ഓവറീസ് പുറപ്പെടുവിക്കുന്ന ഹോർമോൺസ് ആണ് ഈസ്ട്രോജൻസ്, അതുപോലെ പ്രൊജസ്റ്റിൻസ്. ഇനി നമുക്ക് ഈ ഹോർമോൺസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഈ ഹോർമോൺസ് ആണ് സെക്ഷൽ ബിഹേവിയറിനെയും അതുപോലെ റീപ്രൊഡക്ഷനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുരുഷനിൽ അവൻ്റെ ശാരീരിക മാറ്റങ്ങൾ, അവന് പ്രായപൂർത്തിയെത്തുന്ന സമയത്ത് അവൻ്റെ ശബ്ദത്തിൽ മാറ്റം വരുത്തുക, അതുപോലെ അവൻ്റെ വളർച്ച, താടി, മുടി, മീശ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവൻ്റെ ഹെയർസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ സ്പേം പ്രൊഡക്ഷൻ, ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അതുപോലെ ഫീമെയിലിൽ സെക്ഷൽ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നത് ഈസ്ട്രോജനാണ്. എന്നാൽ ഈ പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്നത് അത് പ്രഗ്നൻസി ടൈമിൽ പുറപ്പെടുന്ന ഒരു ഹോർമോണാണ്. അതുപോലെ ആ സമയത്ത് സ്ത്രീയെ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹോർമോണിനെ കുറിച്ച് മൊത്തമായിട്ട് പറയാനുള്ളത്. ഇതിൽ നിന്ന് എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഏതെങ്കിലും ഭാഗം വ്യക്തമായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഡൗട്ട് ചോദിക്കാവുന്നതാണ്, കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്